നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. തഖ്വയുണ്ടായി തീരാനാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടേറെ നോമ്പുകൾ കടന്നു വരികയും അത് അവസാനിച്ചു പോകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും സ്വയം ചോദിക്കുകയും ചെയ്യേണ്ട ഒരു ചോദ്യം, അല്ലാഹു പറഞ്ഞ ഈ ലക്ഷ്യം നോമ്പ് കൊണ്ട് നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ശഅബാനിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ റമദാനിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ശഅബാനുമായി റമദാനുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ശവ്വാലും ദുൽഖഅദയും ദുൽഹിജ്ജയും ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് ഓർമ്മിച്ചു നോക്കുക. റമദാനിൽ വിശുദ്ധ ഖുർആൻ, അതിനെക്കുറിച്ചാണല്ലോ നാം ഇന്ന് സംസാരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ 2 or 3 പ്രാവശ്യം ഓതിത്തീർത്ത ആളുകളാണ് നമ്മിൽ ഭൂരിപക്ഷം ആളുകൾ. അത് റമദാനിലെ നമ്മളുടെ അനുഭവമാണ്. ആരെങ്കിലും പറഞ്ഞു തന്ന കഥകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഊഹിച്ച് പറഞ്ഞതോ അല്ല, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നടന്ന കാര്യമാണ്. റമദാൻ കഴിഞ്ഞു, ശവ്വാലിന് പെരുന്നാൾ കഴിഞ്ഞു, 6 നോമ്പ് കഴിഞ്ഞു. ഇപ്പോഴിതാ അടുത്ത ശഅബാൻ 15 കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് ഈ കാലയളവിൽ റമദാനിന്റെ ദിനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒരുപാട് ദിവസങ്ങൾ കൂടുതലാണിത്. ഈ ദിവസങ്ങളിൽ വിശുദ്ധ ഖുർആൻ എത്ര തവണ നമുക്ക് പാരായണം ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ പൂർണ്ണമായി ഓതി എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ എത്രയുണ്ട്? 2 പ്രാവശ്യം ഓതി എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? നമ്മൾ ആലോചിച്ചു നോക്കുക. കഴിഞ്ഞ റമദാനിൽ ഏതാണ്ട് എല്ലാ ദിവസവും രാത്രി നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ കഴിഞ്ഞ് ഇന്ന് വരെ ഇത്രയധികം ദിവസങ്ങൾ പിന്നിട്ട് പോയിരിക്കുന്നു. എന്തായിരുന്നു രാത്രി നമസ്കാരത്തിന്റെ നമ്മളുടെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലേക്ക് വേണ്ടി മാത്രം ഒരു രാത്രി നമസ്കാരം പഠിപ്പിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. റമദാനിലെ മാത്രം ഒരു നമസ്കാരമല്ല തറാവീഹ് എന്ന് പറയുന്നത്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും റമദാനിൽ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് കാണാം, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ആരെങ്കിലും രാത്രി നമസ്കാരം നിർവഹിച്ചാൽ, റമദാനിലെ മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലൈലത്തുൽ ഖദ്റിന് ഒരു പ്രത്യേക നമസ്കാരം ഉള്ളത് കൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞത്. മറിച്ച് മറ്റ് കാലങ്ങളിൽ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ ആ രാത്രി നമസ്കാരങ്ങളെക്കാൾ പ്രതിഫലം റമദാനിലെ രാത്രി നമസ്കാരത്തിനുണ്ട്. ആ റമദാനിലെ രാത്രി നമസ്കാരങ്ങൾ മറ്റ് ദിവസങ്ങളിൽ നടത്തുന്ന നമസ്കാരങ്ങളെക്കാൾ പ്രതിഫലം റമദാനിലെ തന്നെ ലൈലത്തുൽ ഖദ്റിലെ നമസ്കാരത്തിനുണ്ട്.
ഇതാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ രാത്രി നമസ്കാരം നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും റമദാനിൽ നമ്മൾ തഖ്വയുള്ള ജീവിതം നയിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്കാർക്കുമില്ല. റമദാനിൽ തഖ്വയുള്ള ജീവിതം നയിച്ചിട്ടുണ്ട് നാം. പക്ഷേ അത് എത്രമാത്രം നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് ആലോചിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തഖ്വയെ കുറിച്ച് നിരന്തരമായി നമ്മളോട് പറയുന്നുണ്ട്. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. അല്ലാഹു പറയാൻ എവിടെയാ പറയുന്നതെന്ന് അറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. അല്ലാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ആരെ വിളിച്ചുകൊണ്ടാ പറയുന്നത്? വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് റബ്ബ് പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ആലോചിക്കുക. നാളെ പരലോകത്ത് വിജയിക്കുവാൻ എന്തൊക്കെയാണ് എന്റെ അമലുകളിൽ, എന്റെ കർമ്മങ്ങളിൽ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. തുടർന്ന് വീണ്ടും അല്ലാഹു പറയുന്നു അതേ ആയത്തിൽ മൂന്നാമതായി, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. മൂന്നാമത് പറയുന്ന ഈ വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ്. നമ്മളുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. എന്റെ കർമ്മങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കണം. അള്ളാഹിന്റെ തൃപ്തി നേടാൻ കഴിയുന്ന എന്തൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിക്കണം. സ്വർഗത്തിലെത്തണമല്ലോ, അതാണല്ലോ ആഗ്രഹം, അതിനു വേണ്ടിയാണല്ലോ പ്രാർത്ഥന. ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇന്നത്തെ എന്റെ അമലുകളിൽ റബ്ബ് സ്വീകരിക്കുന്നത് എത്രയുണ്ട്, റബ്ബ് സ്വീകരിക്കാത്തത് എത്രയുണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുന്നത് എത്രയുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്നത് എത്രയുണ്ട് എന്ന ഒരു പരിശോധന നമ്മൾ നടത്തി നോക്കിയാൽ, പ്രിയപ്പെട്ടവരെ, ആർക്കാണ് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുക? ആർക്കാണ് ഉറങ്ങാൻ കഴിയുക? അള്ളാഹു പറയുന്നത് അത്തരമൊരാലോചന വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന്. എങ്ങനെയാണ് ഈ ഒരു തഖ്വ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക? എങ്ങനെയാണ് ഈ ഒരു ഭയം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. എന്തിനാണ് ഈ ഖുർആൻ? മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കണം, വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം, അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്? ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിരുന്നില്ല, ഖുർആൻ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ എങ്ങാൻ നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, ഈ ഖുർആനിനെ എങ്ങാൻ നാം ഇറക്കിയിരുന്നുവെങ്കിൽ, എവിടെ? അലാ ജബലിൻ, ഒരു മലയുടെ മുകളിൽ. എന്താ മലയുടെ പ്രത്യേകത? മലക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല, ഒരു മലക്ക് കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ബുദ്ധിശക്തിയില്ല. അങ്ങനെ ഒരു ചിന്താശേഷിയില്ലാത്ത ഒരു മലയുടെ മുകളിലാണ് ഈ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്,
അള്ളാഹുവിനെ കുറിച്ച് പേടിച്ച്, അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെട്ട് ആ പർവ്വതം വിറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ അത് പൊട്ടിപ്പിളരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നാണ്. ഏത് ഖുർആനിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെയൊക്കെ വീടുകളിൽ അലമാരയിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, അതിമനോഹരമായ നമ്മളുടെ പള്ളികളിൽ അതിമനോഹരമായ ഷെൽഫുകൾ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, നമ്മളുടെ മൊബൈൽ ഫോണുകളിൽ വ്യത്യസ്ത ആപ്പുകളായി നാം സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, അതൊരു മലയുടെ മുകളിലാണ് നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പേടിച്ചത് വിറച്ചു പോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു നോക്കുക, ഈ ഖുർആൻ എന്ത് സ്വാധീനമാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചെലുത്തിയത്? അതിന് അവസരമുണ്ടായിരുന്നോ? ഇവിടെ ഞാൻ പറഞ്ഞു, മുജാഹിദുകൾ ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട്, ഖുർആൻ പരിഭാഷപ്പെടുത്തിക്കൊണ്ട്, ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരങ്ങൾ ഒരുക്കിയപ്പോ അതിനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയുമായിരുന്നു അക്കാലത്തുള്ള പല പണ്ഡിതന്മാരും ചെയ്തിരുന്നത്. കേരളത്തിലെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു ഇ കെ ഹസൻ മുസ്ലിയാർ. അദ്ദേഹം തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തിൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിൽ നിന്ന് സഹോദരങ്ങളെ താക്കീത് ചെയ്യുന്ന ഗ്രന്ഥം എന്നാണ് അതിന്റെ പേര്. ഈ പുസ്തകം ഇറക്കിയത് മുജാഹിദുകൾക്കെതിരെയല്ല, മറിച്ച് സമസ്തയുടെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോ ആ ഖുർആൻ പരിഭാഷ തെറ്റാണെന്നും അങ്ങനെ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ലെന്നും അത് ഇസ്ലാമിനെതിരാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇ കെ ഹസൻ മുസ്ലിയാർ ഈ പുസ്തകം എഴുതിയത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമല്ല. ഇ കെ ഹസൻ മുസ്ലിയാരുടെ പ്രസംഗം കേട്ടവർ, ഇ കെ ഹസൻ മുസ്ലിയാരുടെ വാളുകൾ കേട്ടവർ ഇപ്പോഴും നമ്മളുടെ നാടുകളിൽ ജീവിച്ചിരിപ്പുണ്ട്. അക്കാലത്താണ് ഇ കെ ഹസൻ മുസ്ലിയാർ പറയുന്നത് ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, വിശ്വാസികൾക്ക് ഓതൽ നിർബന്ധമായിട്ടുള്ളത് ഫാത്തിഹ മാത്രമാണ്, അതിന്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോ നമ്മൾ ഖുർആൻ പിഞ്ഞാണത്തിലാക്കുന്നതിനെ എതിർത്തിരുന്ന വഹാബികൾ ഇപ്പോ ഖുർആൻ ഗ്ലാസിലാക്കുകയാണ്. നമ്മൾ ഖുർആൻ പിഞ്ഞാണത്തിലാക്കുന്നതിനെ എതിർത്ത വഹാബികൾ ഇപ്പൊ ഖുർആൻ ഗ്ലാസിലാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ക്ലാസിനെ അദ്ദേഹം പരിഹസിച്ചു. കാരണം എന്താ? ഖുർആൻ അങ്ങനെയായിരുന്നു ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഖുർആൻ പിഞ്ഞാണത്തിൽ എഴുതി രോഗങ്ങൾക്ക് കലക്കി കുടിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ പിഞ്ഞാണം എഴുതുന്ന ഉസ്താദുമാരുമില്ല, മുസ്ലിയാക്കന്മാരുമില്ല, അത് കുടിക്കുന്ന മനുഷ്യന്മാരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുജാഹിദുകൾ പുത്തൻവാദികളാണ്. ഈ പുത്തൻവാദം പറയാൻ വേണ്ടി വരികയാണ്. അവരുടെ വാലുകളൊന്നും നമ്മൾ കേൾക്കേണ്ടതില്ല, അവരൊക്കെ പിഴച്ച ആളുകളാണ് എന്നൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പലരെയും നാടുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകൾ